ഹായ്, ഇന്നിതാ ഒരു പനംകുറ്റി. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷം മുമ്പ് പന മുറിച്ചതാണ്. അപ്പോൾ മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതേപോലെ ചുഴൽ തിന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കട്ട് ചെയ്തിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ. നമുക്ക് അതിന് ഭയങ്കര ഉറപ്പാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മുടെ പനംകുറ്റി നമുക്ക് അന്ന് പൊരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ കോടാലി കൊണ്ടും കൊടുവാൾ കൊണ്ടൊന്നും നമുക്ക് കൊത്തിയിട്ട് അത് കിട്ടിയില്ല. പിന്നെ നമ്മളിതാ മെഷീനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചണ്ടി നമുക്ക് തുരന്ന് ഫുള്ള് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അതാ ഒരുവിധം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി വെക്കാം. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഫിനിഷിങ് എടുക്കണം. ഇതിൻ്റെ ഉറപ്പ് കണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മരത്തിനെക്കാട്ടും ഇതിന് ഉറപ്പുണ്ട്. പൊളി.
ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ആ ഹോള് നമ്മൾ അടച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പീസ് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു പീസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ടിട്ട് അത് അടച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇന്നലെ ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തു. ഇന്ന് ഇത് നന്നായിട്ട് ഉണങ്ങി വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പണി ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ വലിയ ഹോള് നമുക്ക് അടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ളൊരു ചട്ടി, അതായത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അത് നമ്മൾ വാങ്ങിയതാണ്. അതിന് പകരം നമുക്ക് പലകയുടെ പീസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചട്ടി ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ചട്ടി വെച്ചിട്ട് നമ്മളത് അടച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെയുള്ള ഒരു പട്ടികയുടെ പീസ് എടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം 2 ഭാഗത്തേക്കായിട്ട് 2 പീസ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗത്ത് വരുന്ന 2 പീസ് പട്ടികയും നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുത്തു. സ്ക്രൂ കൊടുത്തിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതേപോലെയുള്ള ബാമ്പു, അതായത് ഓടമുളയുടെ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്രൂ കൊടുത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഓടമുളയുടെ പീസ് ഇല്ലെങ്കിൽ നമുക്ക് റീപ്പറുകളും ഉപയോഗിക്കാം. ഉൾഭാഗത്ത് നിന്നും പുറത്തേക്ക് വന്ന സ്ക്രൂവിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ അപ്പോൾ 2 ഭാഗത്തു നിന്ന് നമ്മൾ ഇതേപോലെ ഓടമുളയുടെ പീസുകൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നടുഭാഗത്ത് വരുന്ന ഒരു പീസ് മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അതുകൂടി ഫിറ്റ് ചെയ്താൽ ഇത് നമുക്ക് പൂർത്തിയായി. അപ്പോൾ ഇത് മുകൾ ഭാഗത്ത് സ്ക്രൂ കൊടുത്തതുപോലെ തന്നെ നമ്മൾ അടിഭാഗത്ത് ഈ ഭാഗത്തും നമ്മൾ സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസുകൾക്കും ഈ ഭാഗത്തും നമ്മൾ സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉൾഭാഗത്ത് വരുന്ന ഈ ഭാഗം നമ്മൾ മുഴുവനായിട്ടും ഓടമുള ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഓടമുളയുടെ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫിറ്റ് ചെയ്തെടുക്കണം. ഈ ഭാഗത്ത് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ ആണികളാണ്. അപ്പോൾ മരത്തിൻ്റെ ആണി നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതേപോലെ അടിച്ച് അമർത്തി നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വരുന്ന 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ നമുക്ക് ഓരോ പീസുകളായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് വരുന്ന എല്ലാ പീസുകളും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഈ ഭാഗത്ത് നമുക്ക് 2 ചെറിയ പീസുകൾ കൊടുക്കാനുണ്ട്. അതുകൂടി നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മളിതൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്.
അതായത് സ്ലീക്കാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്ലീക്ക് അടിച്ച് ഇത് ഉണങ്ങിയതിനു ശേഷമാണ് നമുക്ക് ബാക്കി ഡിസൈൻ വർക്കുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുന്നുണ്ട്. ആ സ്ലീക്ക് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് നന്നായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലേക്ക് ഈ കളറ് വരും. ഇതേപോലെ നല്ലൊരു ബ്ലാക്ക് ഫിനിഷിങ് കിട്ടും. അപ്പം അത് ഓടമുളക്കും അതേപോലെ തന്നെ നമ്മുടെ പനംകുറ്റിക്കും മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ പോളിഷ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി പണികൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്തതൊക്കെ നന്നായിട്ട് ഉണങ്ങി വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെയുള്ള ഒരു മാസ്കിംഗ് ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ലൈനുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗോൾഡൻ കളറിലാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനുകളൊക്കെ നമ്മൾ കൊടുത്തെടുത്തു. ഇനി ഈ ലൈനുകളുടെ ഉൾഭാഗത്ത് വരുന്ന, അതായത് 2 കള്ളിയിൽ മാത്രം നടുഭാഗത്ത് വരുന്ന 2 കള്ളിയിൽ മാത്രം നമ്മളിതാ ഇതേപോലെ ചുവപ്പും അതേപോലെ തന്നെ പച്ചയും ഡോട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് മുകളിൽ നമുക്ക് ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിനി പോളിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ സ്ലീക്ക് അടിച്ച് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. അതേപോലെ ഈ ഭാഗത്ത് നമ്മൾ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈസാണ് നമ്മൾ കൊടുത്തത്. അത് നമുക്ക് ഫൈബറിൻ്റെ നമുക്ക് ചാനലൊക്കെ അതേപോലെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കാം. ആ പോളിഷ് ചെയ്തെടുത്ത് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വേസ്റ്റ് പനംകുറ്റി കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത കിടിലൻ ഐറ്റം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചെയറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഷൂ അതേപോലെ നമുക്ക് ചെരുപ്പുകളൊക്കെ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കാനും ഉപയോഗിക്കാം. അടിപൊളിയല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് ഇരിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറേജ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ വേസ്റ്റ് പനംകുറ്റി കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഈ കിടിലൻ ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.